അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അമ്മാ ബഅദ് ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദുല്ലാഹു തആല ബിനസ്രിൽ അസീസ് നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളിൽ സൂറ ആലി ഇംറാനിലെ 110-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. 109-ാമത്തെ വചനത്തിൻ്റെ വിശദീകരണത്തിൽ ഖലീഫത്തുള്ള പറയുന്നു, നത്തിങ് ബട്ട് ദ ട്രൂത്ത് കംസ് ഫ്രം ഗോഡ്. അള്ളാഹുവിൽ നിന്ന് വരുന്നത് സത്യമല്ലാത്ത മറ്റൊന്നുമില്ല. ടു ഡീവിയേറ്റ് ഫ്രം ഗോഡ്സ് ട്രൂത്ത്സ്, ദൈവത്തിൻ്റെ ഈ സത്യത്തിൽ നിന്നും വ്യതിചലിച്ചു പോവുക എന്ന് പറയുന്നത് ഈസ് ടാൻറ്റമൗണ്ട് ടു ലീഡിങ് ഓൺ സെൽഫ് ആസ്ട്രേ. അവൻ സ്വയം വഴികേടിൽ അകപ്പെട്ടു പോവുകയാണ് എന്ന് മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ വചനങ്ങൾ അവനിൽ നിന്നും വരുന്നത് സത്യമായതാണ്. അതിൽ നിന്ന് ആരെങ്കിലും വഴിമാറിപ്പോയാൽ, വഴിതെറ്റിപ്പോയാൽ അവൻ സ്വയം വഴികേടിലാകുന്നു എന്നറിയുക. ദ കമ്മ്യൂണിക്കേഷൻസ് കമ്മിങ് ഫ്രം അള്ളാഹ്, അള്ളാഹുവിൽ നിന്ന് വരുന്ന വചനങ്ങൾ ആർ ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ഓൾ മാൻകൈൻഡ്, മുഴു മാനവകുലത്തിനും പ്രയോജനകരമായിട്ടാണ് അത് വരുന്നത്. എസ്പെഷ്യലി ആഫ്റ്റർ ദ അഡ്വെൻറ്റ് ഓഫ് ദ ഹോളി പ്രോഫറ്റ് മുഹമ്മദ് പീസ് ബി അപ്പോൺ. വിശിഷ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവോടുകൂടി, വരവിന് ശേഷം, ആഫ്റ്റർ ദ അഡ്വെൻറ്റ് ഓഫ് ഹോളി പ്രോഫറ്റ് മുഹമ്മദ് പീസ് ബി അപ്പോൺ ഹിം. അപ്പം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവിന് ശേഷം വരുന്നത് മുഴു മാനവകുലത്തിനും തീർച്ചയായിട്ടും പ്രയോജനകരമായ കാര്യമാണ്. അല്ലാഹ് വാണ്ട്സ് ഓൾ ഹിസ് സെർവൻസ്. അല്ലാഹു തആല ആഗ്രഹിക്കുന്നത് അവൻ്റെ ദാസന്മാർ അഖിലവും എന്ന് പറഞ്ഞാൽ ഭൂമുഖത്തുള്ള സകല മനുഷ്യരും ടു ആക്സെപ്റ്റ് ദ ട്രൂത്ത്, ഈ സത്യത്തെ അംഗീകരിക്കണം. കമ്മിങ് ഫ്രം ഹിം, അവനിൽ നിന്നും വരുന്ന ഈ സത്യത്തെ അംഗീകരിക്കണമെന്നാണ് അവൻ ആഗ്രഹിക്കുന്നത്. ദാറ്റ് ഈസ് വൈ ഹി സെൻസ് ഫ്രം ടൈം ടു ടൈം. അതുകൊണ്ടാണ് അവൻ കാലാകാലങ്ങളിൽ, സമയാസമയങ്ങളിൽ അയച്ചുകൊണ്ടിരിക്കുന്നത് സ്പെഷ്യൽ സെർവൻസ്, ചില പ്രത്യേകമായ ദാസന്മാർ, ഓഫ് ഹിസ് ടു ഗൈഡ് ദം ടുവേഴ്സ് ഹിം. അവൻ്റെ മാർഗദർശനവുമായിട്ടാണ് ആ സ്പെഷ്യൽ ഗൈഡ്സ് വരുന്നത്. അവനിലേക്ക് വഴി കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ് അവർ ആഗതരാകുന്നത്. ബട്ട് അലാസ്, എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ, വെന്നെവർ എ പാർട്ടി ഓഫ് ദം റിജക്ട്സ് അള്ളാഹ് സൈൻസ്, അള്ളാഹുവിൻ്റെ അടയാളങ്ങളെ ആര് എപ്പോൾ നിരസിക്കുന്നുവോ, മെസ്സഞ്ചേഴ്സ്, അള്ളാഹുവിൻ്റെ സന്ദേശവാഹകരെ നിഷേധിക്കുന്നുവോ, ആൻഡ് കമ്മ്യൂണിക്കേഷൻസ്, അള്ളാഹുവിൽ നിന്നുള്ള വചനങ്ങളെ നിഷേധിക്കുന്നുവോ, they bring upon themselves,
അവരിലേക്ക് കൊണ്ടുവരികയാണ്. ഡൂം, നരകയാതന, പ്രയാസങ്ങൾക്ക് മേൽ പ്രയാസം അവരിലേക്ക് കൊണ്ടുവരികയാണ് അവർ ചെയ്യുന്നത്. അവർ സ്വയം അതിനുള്ള ഉത്തരവാദികളാണ്. ഇറ്റ് ഈസ് നെവർ അല്ലാഹ്സ് ഫാൾട്ട് ബട്ട് ദെയർ ഓൺ. അങ്ങനെ ആ ഡൂമിലേക്ക്, ആ വലിയ ശിക്ഷയിലേക്ക്, ആ പ്രയാസങ്ങളിലേക്ക് വരുന്നതിന് കാരണം അല്ലാഹു അല്ല, അത് അവരവർ തന്നെ അതിൽ നിന്നും വഴിമാറിപ്പോകുന്നതിൻ്റെ സ്ഥാനത്തിലാണ്. ഇന്ന് നമ്മൾ പരിശോധിക്കുന്ന വചനം ആൽ-ഇംറാനിലെ 110 വചനത്തിൽ അല്ലാഹു പറയുന്നു, വലില്ലാഹി മാഫിസ് സമാവാതി വമാ ഫിൽ അർദ് വഇലല്ലാഹി തുർജഉൽ ഉമൂർ. വലില്ലാഹി, അല്ലാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്, മാഫിസ് സമാവാത്തി, ആകാശങ്ങളിലുള്ളതെല്ലാം, വമാ ഫിൽ അർദ്, ഭൂമിയിലുള്ളതെല്ലാം. അപ്പോൾ ഒരേ ഒരു അവകാശിയേ ഉള്ളൂ, അല്ലാഹു തആല. ആകാശങ്ങളിൽ എന്ന് നമ്മൾ വിവക്ഷിക്കുന്ന സ്ഥാനങ്ങളിൽ എന്തെല്ലാമുണ്ടോ അതിൻ്റെ എല്ലാം അവകാശം ലില്ലാഹി, അല്ലാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. വമാ ഫിൽ അർദ്, ഭൂമിയിലുള്ളതും എല്ലാം അവന് മാത്രം അവകാശപ്പെട്ടതാണ്. അപ്പോൾ നമ്മളൊക്കെ ഭൂമിയിലുള്ളവരല്ലേ? നമ്മളെല്ലാം അല്ലാഹുവിന് അവകാശപ്പെട്ടവരാണ്. വഇലല്ലാഹി തുർജഉൽ ഉമൂർ, വഇലല്ലാഹി, അല്ലാഹുവിലേക്കാണ്, തുർജഉൽ ഉമൂർ, കാര്യങ്ങളൊക്കെ മടക്കപ്പെടുന്നത്. ഇത് നമ്മൾ അല്പം ഗാഢമായിട്ട് ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ്. ഖലീഫത്തുള്ള പറയുന്നു, എവരിതിങ് ബിലോങ്സ് ടു അല്ലാഹ്. എന്തൊക്കെ ഉണ്ടോ, നമ്മൾ കാണുന്നത് എന്തൊക്കെ എവിടെയൊക്കെ ഉണ്ടോ അതെല്ലാം അല്ലാഹുവിൻ്റെയാണ്. ഹീ ഈസ് ദ റിയൽ പൊസസർ ഓഫ് ദ ഹെവൻസ് ആൻഡ് എർത്ത്. ആകാശങ്ങളുടെയും ഭൂമിയുടെയും യഥാർത്ഥ പൊസസർ, ഉടമസ്ഥ അവകാശമുള്ളവൻ അവനാണ്. ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഉടമസ്ഥാവകാശം, യഥാർത്ഥ ഉടമസ്ഥൻ അവനാണ്. ആൻഡ് വാട്ട് എവർ ഈസ് ഫൗണ്ട് ഇൻ ദം, ഈ ആകാശഭൂമികളിൽ നിങ്ങൾ എന്തൊക്കെ കണ്ടെത്തുന്നുവോ അതൊക്കെ, ആൻഡ് ഇൻ ബിറ്റ്വീൻ, അതിനിടയിലും നമ്മൾ കാണുന്നത് കൊണ്ട് നമുക്ക് കാണാൻ കഴിയാത്തതുമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം അവൻ്റേതാണ്, അവനാണ് അതിൻ്റെ ഉടമസ്ഥൻ. അപ്പം നമുക്കൊരു ഉടമസ്ഥനുണ്ട്. ആ ഉടമസ്ഥൻ്റെ അടുത്തോട്ട് നമ്മൾ പോവുകയാണ്, നമുക്ക് തീരെ ഇഷ്ടമല്ലെങ്കിൽ പോലും. ഈവൻ ദ ടെമ്പറൽ ബോഡി, താൽക്കാലികമായി നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ശരീരം പോലും അവൻ്റേതാണ്. ഈവൻ ദ ടെമ്പറൽ ബോഡി ആൻഡ് ദി എറ്റേണൽ സോൾ ഓഫ് മാൻ, അനന്തമായി നിലനിൽക്കുന്ന അവനിൽ നിക്ഷേപിച്ച് നിർത്തിയിരിക്കുന്ന ആ സോളും ആ ആത്മാവും അവൻ്റേതാണ്. അപ്പോൾ ഈ താൽക്കാലിക ശരീരവും അനന്തമായി നിലനിൽക്കുന്ന സോളും, ഇത് രണ്ടിൻ്റെയും ഉടമസ്ഥൻ അവൻ തന്നെയാണ്. ബിലോങ് ടു ഹിം, അത് അവൻ്റെ വസ്തുവാണ് അതൊക്കെ. അപ്പോൾ ഈ ശരീരവും ഇതിനുള്ളിൽ നിലനിൽക്കുന്ന ഈ ആത്മാവും അവൻ്റേതായിരിക്കെ നമുക്ക് തോന്നിയതുപോലെ ചെയ്യാൻ നമുക്ക് അവകാശമുണ്ടോ? ഇല്ല. കാരണം അവൻ്റെ സാധനമാണ്. ആ സാധനം ഇന്നതുപോലെ ചെയ്യാവൂ എന്ന് അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഉടമസ്ഥൻ പറഞ്ഞതുപോലെ ചെയ്യണം, അല്ലെങ്കിൽ അവനെ ചവിട്ടി പുറത്താക്കും. ഇത് സാധാരണ നമ്മൾ കാണുന്നില്ല. അപ്പോൾ ഇന്നുപോലെ അല്ലാഹു തആല അവൻ വളരെ വലിയ വിശാലമായ കാഴ്ചപ്പാടും കരുണാർദ്രതയും ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് നാളും കൂടെയൊക്കെ ഇട്ട് നോക്കുകയാണ്. നന്നാവുന്നവരുണ്ടെങ്കിൽ നന്നാവട്ടെ, അല്ലെങ്കിൽ ഇടേണ്ടടുത്ത് ഇട്ട് നന്നാക്കുമെന്നാണ്. ടു അക്സെപ്റ്റ് സച്ച് എ ഫാക്ട്, അപ്പോൾ ഈ വസ്തുത അംഗീകരിക്കുക എന്ന് പറയുന്നത് റെഡ്യൂസസ് ആഗണി, അത് വേദന കുറയ്ക്കാനുള്ള വഴികളാണ്. നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് നേരിടേണ്ടി വരുന്ന പ്രയാസങ്ങളെ, വേദനകളെ കുറയ്ക്കുന്നതിന് വേണ്ടി അവൻ പറഞ്ഞു തരുന്ന മാർഗനിർദ്ദേശങ്ങളനുസരിച്ച് അവൻ്റെ വസ്തുവായ ഈ ശരീരത്തെയും അവൻ്റെ എറ്റേണൽ വസ്തുവായ ഈ ആത്മാവിനെയും നിങ്ങൾ കാത്തു
സൂക്ഷിച്ചുകൊള്ളുക. അറ്റ് ദ ടൈം ഓഫ് ഡെത്ത്, മരണസമയത്ത് ഭയങ്കരമായ വേദനയെന്ന അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ഇത് നിങ്ങൾ അവൻ്റെ വസ്തുവാണെന്ന് കരുതി ഇത് ഉപയോഗിക്കുക. മോർ ഓവർ ഇറ്റ് ബീക്കൺസ് മാൻ ടു റിയലൈസ്, അത് മാത്രമല്ല ഇറ്റ് ബീക്കൺസ് മാൻ, ഇത് മനുഷ്യനെ മാടി വിളിക്കുന്നു, കൈകാട്ടി വിളിക്കുന്നു. ടു റിയലൈസ്, അവന് ബോധ്യമാകുന്നതിന് ദാറ്റ് വാട്ട് എവർ ഹി ഡസ്, അവൻ എന്തൊക്കെ ചെയ്യുന്നുവോ, ഹീ കനോട്ട് എസ്കേപ്പ് ദ മീറ്റിംഗ് വിത്ത് ദം. ഏതൊക്കെ രീതിയിലുള്ള അഭ്യാസമുറകൾ നമ്മളിവിടെ നടത്തിയാലും അവനുമായി കണ്ടുമുട്ടുന്നതിൽ നിന്നും നമുക്ക് രക്ഷപ്പെടുവാൻ ഒരു മാർഗവുമില്ല. ഇറ്റ് ബീക്കൺസ് മാൻ ടു റിയലൈസ്, അവനെ ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യം. വാട്ട് എവർ ഹി ഡസ്, അവൻ എന്ത് തന്നെ ചെയ്താലും ഹി കനോട്ട് എസ്കേപ്പ് ദ മീറ്റിംഗ് വിത്ത് അള്ളാഹ്, അള്ളാഹുമായി കണ്ടെത്തുന്നതിൽ നിന്നും രക്ഷപ്പെടുവാൻ, വിചാരണയിൽ നിന്നും രക്ഷപ്പെടുവാൻ ഒരു മാർഗവുമില്ല. കാരണം എല്ലാവർക്കും ഈ താൽക്കാലിക ലോകത്തൊരു സമയം നിശ്ചയിച്ചിട്ട് അതിനെ തട്ടിക്കൊണ്ടു പോകുവാൻ ആർക്കും തടഞ്ഞു നിർത്താനൊക്കാത്ത മലക്കുകൾ നമ്മളെ വലയം ചെയ്ത് നിൽക്കുകയാണ്. എപ്പോഴാണോ ആ ഉത്തരവ് വരുന്നത് അപ്പോഴ് പിടിച്ചുകൊണ്ട് പോകാൻ. ദസ് ഡ്യൂറിങ് ഹിസ് സ്റ്റേ ഓൺ എർത്ത്, ആയതിനാൽ ഈ ഭൂമിയിലെ വാസസമയത്ത് ഹി ഷുഡ് സ്ട്രൈവ് ടു ലീവ് ഹിസ് ലൈഫ്, അവൻ കഠിനമായി പരിശ്രമിക്കേണ്ടതാണ്. അവൻ്റെ ജീവിതം നല്ല പരിശ്രമത്തിൽ എത്തിക്കണം. ഹി ഷുഡ് സ്ട്രൈവ് ടു ലീവ് ഹിസ് ലൈഫ് അക്കോർഡിംഗ് ടു ദ പ്രിസെപ്റ്റ്സ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ കൽപ്പനകൾ, ആശയങ്ങൾ, ആദർശങ്ങൾ അനുസരിച്ച് ജീവിക്കുവാൻ അവൻ കഠിനമായി യത്നിക്കേണ്ടതാണ്. ആൻഡ് ഫോളോ ഹിസ് ഗൈഡൻസ്, അല്ലാഹു തആല നൽകിയിരിക്കുന്ന മാർഗനിർദ്ദേശങ്ങളെ അവൻ പിന്തുടരേണ്ടതാണ്. സെറ്റ് ഔട്ട് ഇൻ ഹിസ് ഹോളി ബുക്ക് ദ ഖുർആൻ, പരിശുദ്ധ ഖുർആനിലൂടെ രൂപപ്പെടുത്തിയിരിക്കുന്ന വിധിവിലക്കുകൾ അനുസരിച്ച് അവൻ ഈ ഭൂമുഖത്ത് ജീവിക്കേണ്ടതാണ്. ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അവൻ പിന്തുടരേണ്ടതാണ്. ആൻഡ് ഒബേ ഹിസ് ചോസൻ മെസ്സഞ്ചേഴ്സ്, അല്ലാഹു തആല തിരഞ്ഞെടുത്ത് നിയോഗിക്കുന്ന ദൂതന്മാരെ അവർ അംഗീകരിക്കുകയും ചെയ്യണം. ആൻഡ് ഒബേ ഹിസ് ചോസൻ മെസ്സഞ്ചേഴ്സ് ഈച്ച് ടൈം വൺ കംസ് ഫോർ ദ റിഫോം ഓഫ് ഇസ്ലാം ആൻഡ് ഓഫ് ഹ്യൂമാനിറ്റി ആസ് എ ഹോൾ, മാനവകുലത്തിന് മൊത്തത്തിൽ പരിഷ്കാരമാക്കിയെടുക്കാൻ, സംസ്കൃതമാക്കിയെടുക്കുവാൻ, ഇസ്ലാമിൻ്റെ നവോത്ഥാനത്തിനായി എപ്പോഴൊക്കെ അല്ലാഹു തആലയിൽ നിന്ന് അവൻ്റെ ദൂതന്മാരെ നിയോഗിക്കുന്നോ ആ ദൂതന്മാരെ അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ആ മാർഗനിർദ്ദേശങ്ങൾ പിന്തുടരുകയും ചെയ്യേണ്ടതാണ്. കാരണം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിനിധികളായിട്ട് അവർ കാലാകാലങ്ങളിൽ വന്ന് തങ്ങളുടെ ഡ്യൂട്ടി നിർവഹിക്കുന്നതാണ്. പുതിയ പുതിയ ആളുകൾ വരുമ്പോൾ അവർക്ക് വേണ്ടുന്ന വഴി കാണിച്ചു കൊടുക്കാൻ വേണ്ടി ജീവനുള്ള മനുഷ്യരെ തന്നെ ഇങ്ങോട്ട് ജീവനുള്ള ആളുകളുടെ അടുത്തേക്ക് വിടുകയാണ്. അത് ഇനി ഈ ഗ്രന്ഥവും ഇതും മതി എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ തലപ്പാക്കെട്ട് കെട്ടി കറങ്ങി നടന്നെന്ന് വിചാരിച്ചൊന്നും കാര്യം നടക്കത്തില്ല. അങ്ങനെ ഓരോ സമയത്തും മനുഷ്യൻ്റെ നവോത്ഥാനത്തിനായി, പരിഷ്കരണത്തിനായി, സംസ്കരണത്തിനായി, ഇസ്ലാമിൻ്റെ നവോത്ഥാനത്തിനും പരിഷ്കരണത്തിനുമായി, മാനവകുലത്തിനും മൊത്തത്തിലുള്ള സംസ്കരണത്തിനായി, അതുകൊണ്ട് ആ ഏകദൈവത്തിലേക്ക് നമുക്ക് എവിടെ നിന്നും വിളിക്കുവാൻ കഴിയണം, ആ തൗഹീദിലേക്ക്, ആ അല്ലാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ഭൂമിയിൽ ജീവിക്കണമെന്നും എല്ലാവരും സമാധാനത്തോടും ശാന്തിയോടും പരസ്പരം കഴിയേണ്ടതാണ് എന്നുള്ള മഹത്തായ സന്ദേശം അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത നിലയിൽ നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയണം. അല്ലാഹു തആല അവൻ്റെ പ്രത്യേകമായ സംരക്ഷണ വലയിൽ നമ്മെ ആക്കട്ടെ. വിശുദ്ധ ഖുർആന് വേണ്ടി, വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾക്ക് വേണ്ടി അത് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ച് അള്ളാഹുവിൻ്റെ മാർഗദർശനത്തിലൂടെ സഞ്ചരിച്ച് പരലോക വിജയം കരസ്ഥമാക്കുന്ന പുണ്യാത്മാക്കളിൽ നമ്മെ ഓരോരുത്തരെയും ആക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ നാളത്തെ പ്രഭാതത്തിൽ 111-ാമത്തെ വചനവുമായി നമ്മൾ സംസാരിക്കുന്നതാണ്.
ജസാക്കുമുല്ലാഹ് അഹ്സനൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം.